UNCRCയുടെ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള UN കരാർ തത്വങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് കുട്ടികളുടെ സമഗ്രമായ വളർച്ചയും വിദ്യാഭ്യാസത്തിനുള്ള പങ്കാളിത്തവും ഉറപ്പാക്കാൻ അധ്യാപകരെ പ്രാപ്തരാക്കുന്നത്, കുട്ടികളുടെ പഠനത്തെയും ക്ഷേമത്തെയും ബാധിക്കുന്ന തീരുമാനങ്ങളിൽ അവരെ സജീവമായി ഉൾപ്പെടുത്തിയ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ വ്യവസ്ഥയെ ആധുനികമാക്കാൻ ഉപയോഗിച്ച പ്രധാന രീതി ഏത്? എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ നൽകുകയും സാംസ്കാരികവും ശാസ്ത്രീയവുമായ പഠനത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തു. താഴെ പറയുന്ന ഇന്ത്യൻ ദാർശനികരെ അവരുടെ വിദ്യാഭ്യാസ സംഭാവനകളുമായി പൊരുത്തപ്പെടുത്തുന്നു. മഹാത്മാഗാന്ധി സ്വയം പര്യാപ്തതയ്ക്കും ധാർമ്മിക വികാസത്തിനും ഉതകുന്ന വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. രവീന്ദ്രനാഥ ടാഗോർ സർഗാത്മകവും പ്രകൃതിയിൽ അധിഷ്ഠിതവുമായ ആഗോള ബോധവുമുള്ള പഠനരീതി പ്രചരിപ്പിച്ചു. സ്വാമി വിവേകാനന്ദൻ ശാരീരിക, മാനസിക, ആത്മീയ വളർച്ച ഉൾപ്പെടുത്തുന്ന സമഗ്രമായ വിദ്യാഭ്യാസം മുന്നോട്ട് വച്ചു. ജിന്ദു കൃഷ്ണമൂർത്തി സ്വതന്ത്ര ചിന്തയും അനുഭവാധിഷ്ഠിതമായ പഠനവും പ്രോത്സാഹിപ്പിച്ചു. ഏത് പ്രത്യേകതയാണ് കളിയെ പ്രീ സ്കൂൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ നിർണായക ഭാഗമാക്കുന്നത്? നിരീക്ഷണത്തിലൂടെയും ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളുടെയും മികച്ച രീതിയിൽ പഠിക്കുന്നു. ഫലപ്രദമായ പ്രീ സ്കൂൾ ക്ലാസ് മുറിയുടെ പ്രധാന പ്രത്യേകതകളേവ? പ്രവർത്തനങ്ങൾക്കായി വ്യത്യസ്ത പ്രവർത്തന ഇടങ്ങൾ, ശിശു സൗഹൃദപരമായ ഫർണിച്ചറുകളും നിറപ്പകിട്ടാർന്ന അലങ്കാരങ്ങളും. അവകാശവാദം. പ്രീ സ്കൂൾ കുട്ടികൾക്ക് കളിയിൽ അധിഷ്ഠിതമായ പഠനം നിർണായകമാണ്. കാരണം കളികൾ ചലനപരമായ കഴിവുകൾ, ആശയവിനിമയം, സർഗാത്മകത എന്നിവ കുട്ടികളിൽ വികസിപ്പിക്കുവാൻ സഹായകമാകും. അവകാശവാദവും കാരണവും ശരിയാണ്. കൂടാതെ കാരണം അവകാശവാദത്തിന്റെ ശരിയായ വിശദീകരണവുമാണ്. പ്രീ സ്കൂൾ ക്ലാസ് മുറികളുടെ സവിശേഷതകളും അവയുടെ ഉദ്ദേശങ്ങളും പൊരുത്തപ്പെടുത്തുന്നു. പഠനയിടങ്ങൾ. വിവിധ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക സ്ഥലങ്ങൾ നൽകുന്നു. ശിശു സൗഹാർദ്ദപരമായ ഫർണിച്ചറുകൾ സുരക്ഷിതവും സുഖകരവുമായ പഠന അന്തരീക്ഷം ഒരുക്കുന്നു. കഥ പറച്ചിൽ സെക്ഷനുകൾ ഭാഷാ വികാസവും കൽപ്പനാശേഷിയും പ്രോത്സാഹിപ്പിക്കുന്നു. കൂട്ടായ പ്രവർത്തനങ്ങൾ കുട്ടികളിൽ സഹകരണമുള്ള ടീം ജോലികൾ മെച്ചപ്പെടുത്തുന്നു. ഇന്ത്യയിലെ പുരാതന കാഴ്ചപ്പാടുകളിൽ വിദ്യാഭ്യാസത്തിന് പ്രധാന പരിമിതി ജാതി അടിസ്ഥാനത്തിലുള്ള പ്രത്യേക അവകാശങ്ങളും പരിമിതപ്പെട്ട ആനുകൂല്യങ്ങളും നൽകി എന്നുള്ളതാണ്. ആരോഗ്യമെന്നാൽ രോഗങ്ങളോ അംഗവൈകല്യമോ ഇല്ലാത്ത അവസ്ഥ മാത്രമല്ല, ശാരീരികവും മാനസികവും സാമൂഹികവുമായി ഉള്ള പരിപൂർണ സുസ്ഥിരമാണ്. ആരോഗ്യത്തെക്കുറിച്ചുള്ള ഈ നിർവചനം ആരുടേതാണ്? ശരി ഉത്തരമില്ല. സ്ത്രീകളുടെ ശാരീരിക ആരോഗ്യത്തിന് പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ശുചിത്വമില്ലായ്മ, അനാരോഗ്യമായ ശീലങ്ങൾ, കുടുംബകലഹങ്ങൾ എന്നിവയാണ്. ഗർഭമലസൽ, മുലപ്പാലിൻ്റെ അഭാവം, ജന്മവൈകല്യങ്ങൾ, കുഞ്ഞിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം എന്നിവ വൈഷമ്യങ്ങൾക്ക് കാരണമെന്ത്? 21 വയസ്സിന് മുന്നേ ഉള്ള ഗർഭധാരണം. താഴെ പറയുന്നവയിൽ പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. സിറം ആൽബുമിൻ ഒരു പ്രോട്ടീനാണ്. നൈട്രജൻ അടങ്ങിയ ജൈവ സംയുക്തമാണത്. ഗർഭിണിയായ അമ്മയുടെ ഭക്ഷണത്തിൽ അയോഡിൻ്റെ അഭാവം മൂലം ഒരു നവജാത ശിശുവിൽ ഉണ്ടാകുന്ന രോഗം ാണ് ക്രിസ്റ്റനിസം. പ്രീ പ്രൈമറി കുട്ടികളുടെ സമീകൃത ആഹാരവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ചാർട്ട് എന്തിനെ പ്രതിനിധീകരിക്കുന്നു? കുറഞ്ഞ ചെലവിൽ സമീകൃത ആഹാരത്തിൻ്റെ ചാർട്ട്. ഏത് അപകടം സംഭവിച്ചാലാണ് താഴെ പറയുന്ന പ്രഥമ ശുശ്രൂഷ നൽകുന്നത്? കുറച്ച് സമയം രക്തം വാർന്നു പോകാൻ അനുവദിക്കുക, ശുദ്ധമായ തുണി കൊണ്ട് മുറിവ് വെച്ച് കെട്ടുക, മുറിവ് വീര്യം കുറഞ്ഞ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക, പട്ടി കടിച്ചാൽ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും ഭാവിയിലുള്ള സാമ്പത്തിക സുരക്ഷയും ഉറപ്പാക്കുന്ന സർക്കാർ പദ്ധതി സുകന്യ സമൃദ്ധി യോജന. മനുഷ്യരോഗങ്ങൾ, മൃഗരോഗങ്ങൾ, പരിസ്ഥിതി ആരോഗ്യം എന്നിവ തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുകയും അവയെ ഏകോപിപ്പിക്കുകയുമായി നിയന്ത്രിക്കുകയും ചെയ്യുന്ന സമഗ്ര ആരോഗ്യ പരിപാലന പദ്ധതിയാണ് വൺ ഹെൽത്ത് പ്രോഗ്രാം. ബോർഡറ്റെല്ല പെർട്ടൂസിസ് എന്ന രോഗമാണ് പകർത്തുന്ന രോഗമേത്? വില്ലൻ ചുമ. താഴെ സൂചിപ്പിക്കുന്ന ചിത്രം ഏത് സംവിധാനത്തിൻ്റെ നിയമത്തിന് ഉദാഹരണമാണ്? ലാളിത്യത്തിൻ്റെ നിയമം. പാവക്കുട്ടികൾക്ക് ആഹാരം നൽകുന്നത് കണ്ടിട്ടില്ലേ? പിയാഷയുടെ അഭിപ്രായത്തിൽ ഏത് വികാസഘട്ടത്തിൻ്റെ സവിശേഷതയാണ് സചേതന ചിന്ത? പ്രാഗ് മനോവ്യാപാര ഘട്ടം. 8-10 രൂപ നോട്ടുകൾ ചേർന്നാൽ 80 രൂപയാകും എന്നറിയുന്ന കുട്ടി 80 രൂപയിൽ എത്ര 10 രൂപയുണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പ്രയാസപ്പെടുന്നു.
കുട്ടികൾക്ക് ഇത് ഏത് പരിമിതിയായാണ് കാണുന്നത്? പ്രത്യാവർത്തനം. ഗാന്ധിജിയുടെ സത്യസന്ധത ആൽപോർട്ടിൻ്റെ ട്രൈറ്റ് തിയറിയിൽ ഏത് സവിശേഷതകൾ ഉൾപ്പെടുന്നു? മുഖ്യ സവിശേഷതകൾ. വികലാംഗ ആക്ട് നടപ്പിലാക്കുന്നതിനുള്ള കേന്ദ്ര കോർഡിനേഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര്? കേന്ദ്ര സാമൂഹിക ക്ഷേമ വകുപ്പ് ചുമതലയുള്ള മന്ത്രി. IQ = MA/CA × 100 എന്ന സമവാക്യം രൂപീകരിച്ച ശാസ്ത്രജ്ഞൻ ആൽഫ്രഡ് ബിനെ. ഭൂപടം, ചാർട്ട്, ഡയഗ്രം എന്നിവ വായിച്ച് അപഗ്രഥിക്കുന്നതിന് കഴിവുള്ള കുട്ടിയുടെ ബുദ്ധിയുടെ ഏത് ഘടകമാണ് മുന്നിൽ നിൽക്കുന്നത്? ദൃശ്യ സ്ഥലപരമായ ബുദ്ധി. കുട്ടികളില്ലാത്തവർ വളർത്തുമൃഗങ്ങളെ അമിതമായി സ്നേഹിക്കുന്നു. ഇവിടെ ഏത് സമയോജന തന്ത്രമാണുള്ളത്? ഉദാത്തീകരണം. സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ഏതെല്ലാം? ആർട്ടിക്കിൾ 15(3), ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 39(e)(f) എന്നിവയാണ്. ഒരു വ്യക്തി ഒരു നിശ്ചിത സാഹചര്യത്തിൽ എന്തോ ചെയ്യും എന്നതിന് ഒരു പ്രവചനം നടത്താൻ കഴിയുന്നത് അനുവദിക്കുന്നത് വ്യക്തിത്വം. ഈ നിർവചനം വ്യക്തിത്വത്തിന് നൽകിയതാര്? RB ബാറ്റൽ. ഒരു വ്യക്തി ഒരു നിശ്ചിത സാഹചര്യത്തിൽ എന്ത് ചെയ്യും എന്നതിന് ഒരു പ്രവചനം നടത്താൻ കഴിയുന്നത് അനുവദിക്കുന്നതാണ് വ്യക്തിത്വം. ഈ നിർവചനം വ്യക്തിത്വത്തിന് നൽകിയതാര്? RB കാറ്റൽ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഗ്രാമസഭ എന്നതിൻ്റെ ശരിയായ നിർവചനം എന്താണ്? ഒരു പഞ്ചായത്തിൻ്റെ പരിധിക്കുള്ളിലുള്ള ഒരു ഗ്രാമത്തിലെ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഉൾക്കൊള്ളുന്ന ഒരു സമിതി. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഗ്രാമസഭ എന്നതിൻ്റെ ശരിയായ നിർവചനം എന്താണ്? ഒരു പഞ്ചായത്തിൻ്റെ പരിധിക്കുള്ളിലുള്ള ഒരു ഗ്രാമത്തിലെ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഉൾക്കൊള്ളുന്ന ഒരു സമിതി. ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ. പഞ്ചായത്ത് രാജ് സംവിധാനം 73ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമത്താൽ ഭരണഘടനാവൽക്കരിക്കപ്പെട്ടു. ഒരു പഞ്ചായത്തിൻ്റെ കാലാവധി നേരത്തെ പിരിച്ചുവിട്ടില്ലെങ്കിൽ 5 വർഷമാണ്. ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: പഞ്ചായത്ത് രാജ് സംവിധാനം 73ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമത്താൽ ഭരണഘടനാവൽക്കരിക്കപ്പെട്ടു. ഒരു പഞ്ചായത്തിൻ്റെ കാലാവധി നേരത്തെ പിരിച്ചുവിട്ടില്ലെങ്കിൽ 5 വർഷമാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. ആർട്ടിക്കിൾ 243(k) ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു. പഞ്ചായത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം, നിർദ്ദേശം, നിയന്ത്രണം എന്നിവ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കും. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: ആർട്ടിക്കിൾ 243(k) ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു. പഞ്ചായത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം, നിർദ്ദേശം, നിയന്ത്രണം എന്നിവ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിക്ഷിപ്തമായിരിക്കും. താഴെ പറയുന്നവയിൽ ഏത് കമ്മിറ്റിയാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്താൻ ശുപാർശ ചെയ്യുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് 1977 നിയമിച്ചത്? അശോക് മേത്ത കമ്മിറ്റി. താഴെ പറയുന്നവയിൽ ഏത് കമ്മിറ്റിയാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്താൻ ശുപാർശ ചെയ്യുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് 1977 നിയമിച്ചത്? അശോക് മേത്ത കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ 11ാം ഷെഡ്യൂൾ പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് നിയോഗിച്ചിട്ടുള്ള വിഷയം? ഉന്നത വിദ്യാഭ്യാസം. ഇന്ത്യൻ ഭരണഘടനയുടെ 11ാം ഷെഡ്യൂൾ പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് നിയോഗിച്ചിട്ടില്ലാത്ത വിഷയം? ഉന്നത വിദ്യാഭ്യാസം. സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത്. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികൾ ഇത് ശുപാർശ ചെയ്യുന്നു. സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്: പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികൾ ഇത് ശുപാർശ ചെയ്യുന്നു. പഞ്ചായത്തുകളുടെ ഘടന സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവന ശരിയായത്. ഓരോ സംസ്ഥാനവും ഗ്രാമ, ഇൻ്റർമീഡിയറ്റ്, ജില്ലാ തലങ്ങളിൽ പഞ്ചായത്തുകൾ സ്ഥാപിക്കേണ്ടതാണ്. 20 ലക്ഷമോ അതിൽ കുറവോ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് ലെവൽ പഞ്ചായത്തുകൾ ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. ഇവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. പഞ്ചായത്തുകളുടെ അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിവ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന: സാമ്പത്തിക വികാസത്തിനും സാമൂഹിക നീതിക്കുമുള്ള പദ്ധതികൾ തയ്യാറാക്കുക. പഞ്ചായത്തിൻ്റെ അക്കൗണ്ടുകളുടെ പരിപാലനത്തിനും ഓഡിറ്റിങ്ങിനും വ്യവസ്ഥകൾ ഏർപ്പെടുത്താൻ ആർക്കാണ് അധികാരം? ഒരു സംസ്ഥാനത്തെ നിയമസഭയ്ക്ക്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് പഞ്ചായത്തിൻ്റെ കാലാവധി നിർവചിക്കുന്നത്? ആർട്ടിക്കിൾ 243(e). ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് പഞ്ചായത്തിൻ്റെ കാലാവധി നിർവചിക്കുന്നത്? ആർട്ടിക്കിൾ 243(e). 2025 ജനുവരിയിൽ ഏത് ഇന്ത്യൻ പ്രമുഖ വ്യക്തിയാണ് വനിതാ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ
പ്രതിനിധികളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നൂതന ആശയങ്ങളും സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിച്ചത്? ലോക്സഭാ സ്പീക്കർ ഓം ബിർള. 2025 ജനുവരിയിൽ ഏത് ഇന്ത്യൻ പ്രമുഖ വ്യക്തിയാണ് വനിതാ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രതിനിധികളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നൂതന ആശയങ്ങളും സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിച്ചത്? ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഇനി പറയുന്നവയിൽ ഏതാണ് പൊതുജനാരോഗ്യത്തിൻ്റെ വ്യാപ്തി ഏറ്റവും നന്നായി വിവരിക്കുന്നത്? രോഗങ്ങൾ തടയുകയും സാമൂഹിക തലങ്ങളിൽ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നത്. പൊതുജനാരോഗ്യ സമീപനം പ്രശ്നം തിരിച്ചറിയുന്നതിൽ നിന്നും പ്രതികരണത്തിലേക്ക് മാറുന്നു. ഈ പ്രക്രിയയിൽ എന്താണ് പ്രവർത്തിക്കുന്നത്? ഘട്ടത്തിൻ്റെ പ്രാധാന്യം എന്താണ്? വലിയ തോതിൽ നടപ്പാക്കലിന് മുൻപ് വ്യത്യസ്ത ഇടപെടലുകളുടെ ഫലപ്രാപ്തി ഇത് വിലയിരുത്തുന്നു. ഇനി പറയുന്നവയിൽ ഏതാണ് സാർവത്രികവും തിരഞ്ഞെടുത്തതുമായ പ്രതിരോധ തന്ത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും നന്നായി വിവരിക്കുന്നത്? അപകട സാധ്യതയുള്ള വ്യക്തികളെ തിരിച്ചറിയാതെ മുഴുവൻ ജനസംഖ്യയ്ക്കും സാർവത്രിക തന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അതേസമയം തിരഞ്ഞെടുത്ത തന്ത്രങ്ങൾ അറിയപ്പെടുന്ന അപകട സാധ്യത ഘടകങ്ങളുള്ള ഗ്രൂപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നിർദ്ദിഷ്ട ജനസംഖ്യയിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട അവസ്ഥകളുടെ വിതരണത്തെയും നിർണായകങ്ങളെയും കുറിച്ചുള്ള പഠനവും ആരോഗ്യ പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഒരു പഠനത്തിൻ്റെ പ്രാധാന്യം എപ്പിഡെമിയോളജി എന്നറിയപ്പെടുന്നു. ഇനി പറയുന്നവയിൽ ഏതാണ് പോസിറ്റീവ് ആരോഗ്യ സൂചകത്തിന് ഉദാഹരണം? ജനനസമയത്തെ ആയുർദൈർഘ്യം. സുസ്ഥിരമായ ധനസഹായവും നിയമപരമായ പിന്തുണയും ഉറപ്പാക്കിക്കൊണ്ട് വിജയകരമായ മാതൃ ആരോഗ്യ പരിപാടിയെ ദേശീയ നയത്തിലേക്ക് സംയോജിപ്പിക്കാൻ ഒരു സർക്കാർ തീരുമാനിക്കുന്നു. ഏതുതരം സ്കെയിലിംഗ് അപ്പ് ഒരു ഉദാഹരണമാണിത്? വെർട്ടിക്കൽ സ്കെയിലിംഗ് അപ്പ്. ഇനി പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ പ്രധാന ലക്ഷ്യം? ആരോഗ്യ പരിരക്ഷയ്ക്ക് തുല്യമായ പ്രവേശനം വർദ്ധിപ്പിക്കുക എന്നത്. ദേശീയ ആരോഗ്യ നയം 2017 അനുസരിച്ച് ആരോഗ്യ പരിരക്ഷ ഏതു തരത്തിലുള്ള സമീപനത്തിന് കേന്ദ്രീകരിക്കണം? പ്രതിരോധവും പ്രോത്സാഹനപരമായ ആരോഗ്യ പരിരക്ഷ. ദേശീയ ആരോഗ്യ ദൗത്യം രാജ്യത്ത് ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായി 100 ദിവസത്തെ അംബ്രല്ല ക്യാമ്പയിൻ ആരംഭിച്ചു. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടി. ലോക പൊതുജനാരോഗ്യ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. 2023 കേരള പൊതുജനാരോഗ്യ നിയമം നിലവിൽ വന്നത്. പൊതുജനാരോഗ്യ സംരക്ഷണത്തിനായി ഏകാരോഗ്യം എന്ന സമീപനം സ്വീകരിക്കണം. ആരോഗ്യം പ്രദാനം ചെയ്യുന്ന സാമൂഹിക സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. രോഗത്തിന് കാരണമായേക്കാവുന്ന അവസ്ഥകൾ ദുർബലമാക്കുകയോ ഇല്ലാതാക്കുകയോ വേണം. ട്രാവൻകൂർ കൊച്ചിൻ പബ്ലിക് ഹെൽത്ത് ആക്ട് 1955, മദ്രാസ് പബ്ലിക് ഹെൽത്ത് ആക്ട് 1939 എന്നിവയ്ക്ക് പകരമായി ഇത് നിലവിൽ വന്നു. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സമീപകാല ഡാറ്റ അനുസരിച്ച് 2024 ഏറ്റവും കൂടുതൽ വനിതാ വോട്ടർമാരുള്ള സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? പുതുച്ചേരി.